എന്തിനാന്നറിയത്തില്ല. ആകെ 3 ദിവസത്തേക്ക് വന്നിട്ട് എല്ലാവരുടെയും ഓരോ പെട്ടി വെച്ചിട്ടുണ്ട്. അനീഷന് പണ്ടത്തെ കോളേജൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല. എനിക്ക് കോളേജിനേക്കാളും ഓടച്ചോറ് ഇഷ്ടപ്പെട്ടു. നിനക്ക് എങ്ങനെ ദേവാ? ഇവിടുത്തെ ട്രാഫിക് അൺപ്രഡിക്റ്റബിൾ ആണ്. എന്താണ് ഇനി വ്ലോഗ് എടുത്തിട്ടുള്ള ദേവാ കാപ്പി. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ മീനലക്ഷ്മി. അങ്ങനെ മലേഷ്യ ട്രിപ്പ് കഴിഞ്ഞിട്ട് ഞങ്ങൾ 3 പേര് മാത്രം അടുത്തൊരു ട്രിപ്പ് പോവാണ്. നമ്മൾ അടുത്ത് തന്നെയാണ് പോകുന്നത്, ബാംഗ്ലൂരിലോട്ടാണ്. അപ്പം എനിക്കൊരു ഷൂട്ട് ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാഡ്രോബ് ബൈ മീനു എന്ന് പറഞ്ഞിട്ട് ഒരു ബിസിനസ് പേജ് ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസ് ഉണ്ട്. അതുകൂടെ ഇവൻ്റെ ഒരു കോളേജ് നോക്കണം. ഈ 3 കാര്യത്തിനാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മളിപ്പോൾ ഓൾറെഡി കുറച്ച് ലേറ്റായി. അപ്പോൾ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോവാം. ഗായ്സ്, നമ്മൾ ചെക്ക് ഇൻ ചെയ്തിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ഇനി എത്ര നേരമുണ്ട്? ഇനി ഏകദേശം ഒരു മണിക്കൂറൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ട്. നമ്മൾ ആദ്യം വിചാരിച്ചു ഇവിടെ ഒന്ന് ഫുഡൊക്കെ കഴിക്കാമെന്ന്. അപ്പോഴാണ് വിസ്താര ഫ്ലൈറ്റ് ആണ്. അപ്പോൾ പിന്നെ അതിനകത്ത് തന്നെ ഫുഡുണ്ട്. വിസ്താരയിലെ മീലാണ്. ഇഡലി, സാമ്പാർ, ചമ്മന്തി, കുക്കീസ്, ഓറഞ്ച് ജ്യൂസ്, കട്ട്ലറീസ്. സന്തോഷമായോ? ഒരു ഇഡലിയെ കിട്ടിയല്ലോ അല്ലേ? ഒരു കുഞ്ഞൻ ഇഡലിയോ കുഞ്ഞൻ പട. സോ നമ്മൾ ബാംഗ്ലൂർ ലാൻഡ് ചെയ്തു. ഇനിയിപ്പോൾ ഇവിടുന്ന് 44 കിലോമീറ്റേഴ്സാണ് നമ്മുടെ ഹോട്ടൽ വരെ. ഏകദേശം 1.5 മണിക്കൂറാണ് മാപ്പിൽ കാണിക്കുന്നത്. നമ്മുടെ റൂമിൽ നമ്മൾ എത്തിയപ്പോൾ കയറി വരുമ്പോൾ തന്നെ ഇങ്ങനെ ഒരു ചെറിയൊരു ലിവിങ് സ്പേസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു കിച്ചൺ സ്പേസ്, നമ്മുടെ വാഷ്റൂം. പിന്നെ ഇതാണ് റൂം വരുന്നത്. ഇനി അതുകൂടാതെ വെളിയിലോട്ടൊരു ചെറിയൊരു ഓപ്പണിങ്ങും കൂടെ ഉണ്ട്. നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റും. കൊള്ളാം. സ്വീറ്റ് ആൻഡ് സിമ്പിൾ. സ്റ്റാർട്ടർ, നോൺ വെജ്, വെജ്. വെജ് ഒന്നും വേണ്ടല്ലേ? എങ്ങനെയുണ്ടായിരുന്നു ദേവാ ഫുഡ്? നമ്മുടെ ആദ്യത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് നല്ല ടയർഡായി. നമ്മൾ കിടന്നുറങ്ങി. ഇന്നിപ്പോൾ രാവിലെ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് നമുക്ക് ദേവൻ്റെ കോളേജിൽ പോകണം. അപ്പം നല്ല ചായ. ഹലോ. അപ്പം അങ്ങനെ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് ദേവൻ്റെ കോളേജിലാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് ഷോപ്പിങ്ങിനൊക്കെ പോകുന്നുണ്ട്. ഇവരെ ആക്ച്വലി ഇവിടെ വെളിയിൽ വന്ന് പഠിപ്പിക്കാനായിട്ടുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്. ഇപ്പം പൊതുവെ ഞങ്ങളെല്ലാവരും എവിടെയെങ്കിലും നോക്കുമ്പോഴത്തേക്കിന് ഞാൻ ഒരു 5-6 വർഷം ഞാൻ ഗുജറാത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ അവിടെ ചെന്നപ്പം എനിക്ക് മലയാളം മാത്രമേ അറിയത്തുള്ളൂ. അവിടെയുള്ള പിള്ളേർക്കെല്ലാം ഇംഗ്ലീഷും അറിയാം, ഹിന്ദി അറിയാം. അങ്ങനെ ഒരു 3-4 ദിവസം ഞാൻ മിണ്ടാതിരുന്നു. ബിക്കോസ് വേറെ സംസാരിക്കാനായിട്ട് പറ്റത്തില്ലല്ലോ, നമുക്കറിയില്ല അവരോട് എങ്ങനെ സംസാരിക്കേണ്ടത്. പക്ഷെ എൻ്റെ ആ ഒരു 5 വർഷം ഞാൻ അവിടെ നിന്നതുകൊണ്ട് തന്നെ എൻ്റെ ഇംഗ്ലീഷും നല്ലപോലെ ഇമ്പ്രൂവ് ആയി, എൻ്റെ ഹിന്ദി ഇമ്പ്രൂവ് ആയി. എനിക്ക് ഇപ്പം നമ്മളിപ്പോൾ ഈ സമയത്തൊക്കെ പല ആൾക്കാരോടും പല ബിസിനസ് ഡീൽസോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കൊളാബറേഷനൊക്കെ സംസാരിക്കുന്ന സമയത്ത് ഇംഗ്ലീഷ് ആണെങ്കിലും ഹിന്ദി ആണെങ്കിലും എന്താണെങ്കിലും എനിക്ക് ഓക്കെയാണ്. ബിക്കോസ് നമ്മൾ എപ്പോഴും നമ്മൾ വെളിയിൽ പോയി പഠിക്കുമ്പോഴാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഡെവലപ്പ് ആകുന്നത്. ജോലിയുടെ കാര്യം പറയുമ്പോഴാണെങ്കിലും ഇപ്പം നമ്മൾ ഒരു 5 കോളേജസ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുനിന്ന് നമ്മളിപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് അനീഷേട്ടൻ്റെ കസിൻ ഇവിടെ ഉണ്ട്. അതുകൂടാതെ എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെയും തലേദിവസത്തെ ഡ്രസ്സൊക്കെ ചെയ്ത ചേച്ചി ബാംഗ്ലൂരാണ്. അപ്പോൾ അവർ വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ളവരാണ്. അപ്പോൾ അവരോടൊക്കെ ചോദിച്ചപ്പോഴത്തേന് നമുക്കൊരു കോളേജാണ് അവർ സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്കിന്ന് നോക്കാം അവിടെ എങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലാണെങ്കിലും ജോലികൾക്കൊക്കെ ആൾക്കാർ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് മെയിനായിട്ട് നമ്മൾ പഠിത്തം കഴിയുമ്പോൾ തന്നെ നല്ല നല്ല കമ്പനീസിൽ പ്ലേസ്മെൻറ്റ് കിട്ടുന്ന ടൈപ്പ് ഓഫ് കോളേജസ് ആയിരിക്കും കൂടുതൽ പ്രിഫർ ചെയ്യേണ്ടത്. എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെപ്പോൾ മടിയന്മാർ അന്നേരം തന്നെ ജോലിക്ക് പ്ലേസ്ഡ് ആയിട്ട് കയറുന്നതായിരിക്കും ബെറ്റർ. പിന്നെ അതുകൂടാതെ ബാംഗ്ലൂരിൽ ഇഷ്ടം പോലെ കോളേജസ് ഉണ്ട്. അപ്പം നമ്മൾ കോളേജസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിൽ വരുന്ന യൂണിവേഴ്സിറ്റി, ഇപ്പം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന കോളേജിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയാണ് വരുന്നത്. പക്ഷെ നമ്മൾ വേറൊരു ഇപ്പോൾ വെളിയിലൊക്കെ പോകുന്ന സമയത്തോ അല്ലെങ്കിൽ പുതിയ ജോലിക്കൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് പഠിച്ച യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റിന് വാല്യൂ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ വെറുതെ ബാംഗ്ലൂർ വന്ന് പഠിച്ചെന്ന് പറഞ്ഞിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പം ഞങ്ങളൊരു വർക്കിന് വന്ന സമയത്ത് അപ്പച്ചി പറഞ്ഞു പോയി നോക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് കൂടെ പോയി നോക്കുക എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൂടെ ഇവനെ നമ്മുടെ കൂടെ വിട്ടതാണ്. എന്നുവെച്ചാൽ അവർക്ക് ഇപ്പം ഓൾറെഡി കടയൊക്കെ ഉള്ള കാരണം ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ. അപ്പം അതുകൊണ്ട് നമ്മളൊന്ന് പോയി എല്ലാം ഒന്ന് നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ആചാര്യ ബാംഗ്ലൂർ ബിസിനസ് സ്കൂളിലോട്ടാണ്. അവിടുന്ന് നമുക്കിനിയും അവിടെ എല്ലാം കോളേജൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകാനുള്ളത്
ഇവിടുത്തെ ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റിലോട്ടാണ്. ബാംഗ്ലൂർ വന്നിട്ട് ഷോപ്പിംഗ് പോകാതിരിക്കുന്നത് വളരെ മോശമാണ്. അപ്പോൾ അതിനും പോകണം. പിന്നെ നാളെ രാവിലെ നമ്മൾ തിരിച്ചു പോകും. അത്രേ ഉള്ളൂ. ഇന്നത്തെ നമ്മുടെ ഔട്ട്ഫിറ്റിൽ എല്ലാ കളറും ഉണ്ട്. ബ്ലാക്ക് ഉണ്ട്, ഗ്രീൻ ഉണ്ട്, വൈറ്റ് ഉണ്ട്, ബ്ലൂ ഉണ്ട്. എന്തിനാന്നറിയത്തില്ല. ആകെ 3 ദിവസത്തേക്ക് വന്നിട്ട് എല്ലാവരുടെയും ഓരോ പെട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കോളേജിലെത്തി. അപ്പോൾ നമ്മൾ വെളിയിൽ നിന്നൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ബാംഗ്ലൂരിലെ കോളേജ് എങ്ങനെയാണ് എന്നൊക്കെ ഒരിതുണ്ടല്ലോ, പ്രത്യേകിച്ച് ആവേശ സിനിമ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും പോയിട്ട് കോളേജൊക്കെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. അവിടെ ചെന്നിട്ട് ചോദിച്ചു നോക്കാം, ചിലപ്പോൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കും. അങ്ങനെയാണ് ഞാൻ കോളേജ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം നമ്മൾ അകത്ത് ചെന്ന് നോക്കിയപ്പോഴത്തേക്കിന് ഇവിടുത്തെ ഹെഡ് വന്നിട്ട് ഒരു മലയാളിയാണ്. അപ്പം നമ്മൾ മാം സംസാരിക്കാമെന്ന് പറഞ്ഞു നമ്മളോട്. നമുക്ക് ഉള്ളിലോട്ട് പോവാം. You must be knowing about Bangalore. Yeah. It's a IT hub. Okay, startup companies and Infosys, like IBM, Oracle, all the companies' headquarters is also in Bangalore. So opportunities is wide. So how you will take it? മോൻ എങ്ങനെയാണോ അത് പഠിക്കുന്നത്, അത് ഇമ്പോസ് ചെയ്യുന്നത് സ്റ്റഡീസിൽ, അതായിരിക്കും അതിന്റെ റിസൾട്ട്. ഹിയർ നമുക്ക് പാൻ ഇന്ത്യ ബേസ്ഡ് സ്റ്റുഡൻസ് ആണ് ഉള്ളത്. സോ 30% will be Malayali students, but we insist all the students to speak in English only, even in class, outside classroom. So what happened in that, around 3 months, within 3 months time, they will improve their communication automatically. Then again, coming back to the syllabus, we are included a lot of value added programs in the syllabus. What industry required, that we have incorporated in the syllabus. So if in case you are going for a placement, we have exclusive placement department. They will take care of you. First thing, they will have a pre-placement training where communication, personality development, body language, confidence level, ഇതിനെല്ലാം പ്രത്യേകം പ്ലേസ്മെന്റ് അണ്ടറിൽ pre-placement training la avru training kodukkum. Almost 40% students has got the placement. An average package, if I tell, for the graduate students 7.5 they have got it. So depends upon the caliber. I think velile njan korchu pictures, yes, highest was 22.5. Okay, so add-on program ne patti endariya BCA ke AI arey AI. So we are giving AI also, cloud computing and cyber security AI. These 3 we are giving. AI, we are in data science also included in that. So this all will be professional people will be coming and taking the section. Like for Microsoft, certified people will be taking that AI. Okay, so the certification will be globally valid, India and abroad. ഇവൻ ആക്ച്വലി നേരത്തെ ഒരു 12th സയൻസ് എടുത്തിട്ട് പിന്നെ മാറുമായിരുന്നു. അപ്പോൾ ഇവിടെ BCA ആണോ വേറെ എന്തെങ്കിലും programs UG, under UG we have BBA, BCA which I have already told you, BCom with logistics, BBA aviation program, and BA course, BSc biotechnology, microbiology, genetics. That is purely science background. Whoever did not get NEET, they normally take BSc program in our college. Hostel is few minutes distance from here, but college bus is there to pick and drop. Okay. So 1 year is better to stay first year in the hostel, so that avarkum korchu adjust avum, because Bangalore first time alle avarum varunathu evada endha PG lokka thamasichalu it is not advisable for the first year. Second year onwards, if he is not comfortable, let him go for PG, but first year we all insist to him to stay in the hostel. നമുക്ക് കോളേജ് ഒന്ന് ക്യാമ്പസ് ഒന്ന്. Okay, fine. Thank you. Okay, bye then. All the best. Great. See you soon. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഹെഡിനെ ഒക്കെ കണ്ടു. ഇനിയിപ്പോൾ നമുക്ക് കോളേജ് ഫുള്ളൊന്ന് കറങ്ങാം. എല്ലായിടും ഒന്ന് നമുക്ക് കാണാം ഇവിടെ എന്തൊക്കെയുണ്ട്, കഫറ്റീരിയ ഒക്കെ എങ്ങനെയാണ്. ബിക്കോസ് നമ്മൾ കോളേജിൻ്റെ ക്യാമ്പസ് നോക്കണമല്ലോ എങ്ങനെ ഉണ്ടെന്ന്, അല്ലേ? കാണാറുണ്ട്. ഇവിടെ ഇവന്റെ ഒരു അഡ്മിഷന്റെ കാര്യമായിട്ട് വന്നതാണ്. ഇവിടാണോ പഠിക്കുന്നത്? അപ്പം നമ്മൾ ഫൈനലി ഒരു മലയാളിയെ കണ്ടിരിക്കുകയാണ്. അപ്പം എന്താണ് നമ്മൾ കണ്ട സ്ഥിതിക്ക്, ഇവനെ ഇവിടെ ചേർക്കേണ്ട സ്ഥിതിക്ക് ഞാൻ ചോദിക്കുകയാണല്ലേ, ഈ കോളേജ് എങ്ങനെയുണ്ട്, ഇവിടുത്തെ ക്യാമ്പസ് എങ്ങനെയുണ്ട്? ക്യാമ്പസ് ഒക്കെ നല്ലതാണ്, ഫാക്കൽറ്റീസ് എല്ലാം നല്ല, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നല്ല, നമ്മളുടെ കോഴ്സ് എല്ലാം അതും നല്ലതായിട്ട് ചെയ്യുന്നുണ്ട്. നമുക്കിവിടെ വന്നതിൻ്റെ ഇംഗ്ലീഷ് നല്ലോണം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്.
പിന്നെ ഡിഫറെൻറ്റ് കൾച്ചേഴ്സ് ഉണ്ട് ഇവിടെ, പല സ്റ്റേറ്റിൽ നിന്നുള്ള പിള്ളേരും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ നമുക്ക് നല്ലോണം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. വേണം, പ്ലേസ്മെൻറ്റ് നല്ലപോലെയുള്ള കോളേജൊക്കെ നോക്കുകയുള്ളൂ. അപ്പം അങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് ഈ കോളേജ് ഉണ്ടായിരുന്നു. പിന്നെ എൻ്റെ ഫ്രണ്ടും സജസ്റ്റ് ചെയ്തിരുന്നു, നല്ല കോളേജാന്ന് പറഞ്ഞു, ഫാക്കൽറ്റീസൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണെന്നൊക്കെ പറഞ്ഞു. ഒരു നല്ല വൈബായിരുന്നു ഇവിടെ വന്നപ്പോഴത്തേക്കും, ഫസ്റ്റ് എൻട്രി ചെയ്തപ്പോഴത്തേക്കും. ഇവിടെ ഞാനിപ്പം സേ നോ ടു റാഗിങ് ഞാൻ കണ്ടതുകൊണ്ട് ചോദിക്കുകയാണ്, ഇവിടെ റാഗിങ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ എങ്ങനെയാണ് ഇവിടെ? ഇല്ല, റാഗിങ് ഒന്നും ഉണ്ട്. റാഗിങ് ഒന്നുമില്ല. എല്ലാവർക്കും നമ്മളിനിയിപ്പോൾ അവർക്ക് മലയാളികളോട് മാത്രം എന്താണ് ചോദിച്ചത്, ഇനി ഇവിടെ കുറച്ച് അതർ സ്റ്റേറ്റിൽ നിന്നുള്ള കുട്ടികളുണ്ട്, അപ്പോൾ അവരോടുകൂടെ ചോദിച്ചു നോക്കാം. ലൈക്ക് ഹൗ ഇസ് ദ ക്യാമ്പസ് ലൈഫ് ആൻഡ് എവറിഥിങ്? It's very fun-filled and very dedicated. All the teachers, faculty are very well expertised, and we have very supporting faculty. And all the events whichever we participate in are very well organized. So you guys are really enjoying this place? Yes, ma'am. Very much. So carry on with your work and everything. ഞാൻ കോളേജ് ഒന്ന് കണ്ടിട്ട് വരാം. Okay. Thank you, ma'am. ഇവിടെ ഒരു ആംഫി തിയേറ്റർ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇവിടെ ആൾക്കാർക്കൊക്കെ ചുമ്മാ ഇങ്ങനെ വന്നിരിക്കാനൊക്കെയാന്ന് തോന്നുന്നു. എന്തെങ്കിലും മ്യൂസിക്കായിട്ട് ചെറിയ പരിപാടികളൊക്കെ ഇവിടെ സെറ്റപ്പ് ചെയ്യാൻ പറ്റും. എനിക്ക് ഈ സ്പേസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഒരു ക്യാമ്പസിൽ വേണ്ട ഒരു സ്പേസ് ആയിട്ട് എനിക്കിത് തോന്നുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടോ? അനീഷന് പണ്ടത്തെ കോളേജൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? ഇല്ല, ഈ പുറത്ത് നിലമുണ്ടാക്കുന്ന പരിപാടികളെ നമുക്ക് ഇവിടെ കുറച്ച് പിള്ളേർ നിൽപ്പുണ്ട്, നമുക്ക് അവരോടുകൂടെ ചോദിച്ചു നോക്കാം. ഹലോ, നമസ്കാരം. പേരെങ്ങനെയാ? എൻ്റെ ഒരു അർജുൻ. ആദർശ്. കറക്റ്റ് മലയാളി പേരുകൾ. എങ്ങനെയുണ്ട് കോളേജ്? നമ്മൾ ജസ്റ്റ് ഇവൻ്റെ ഒരു അഡ്മിഷൻ കേസിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പം നിങ്ങളുടെയൊക്കെ ഒരു അഭിപ്രായം എന്താണ് കോളേജിനെ പറ്റി? കോളേജ് അടിപൊളിയാണ്. ബേസിക്കലി ഇറ്റ്സ് എ ബിസിനസ് സ്കൂൾ. സോ അതുകൊണ്ട് തന്നെ നല്ല പ്രൊഫഷണൽ ആയിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കുറച്ചുകൂടി നല്ല സ്റ്റഡി ഓറിയന്റഡ് ആണ്. പിന്നെ EDC, IAC അങ്ങനത്തെ ക്ലബ്സിന്റെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളുണ്ട്. സോ ലോട്ട് ഓഫ് IVs ആർ ഗോയിങ് ഓൺ. അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് നൈസാണ്. വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, അഫോർഡബിൾ ആയിട്ടാണോ ലൈക്ക് ഫീസൊക്കെ വരുന്നത് ബാക്കി കോളേജസിനെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കിന്? എങ്ങനെയാണ് നിങ്ങളുടെ പൊതുവായ ഒരു അഭിപ്രായം? ഇപ്പോൾ ക്രൈസ്റ്റൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഇവിടെ കുറച്ച് ലോ ആണ്. പക്ഷേ ഇപ്പം മറ്റേ ആചാര്യ വെച്ച് കമ്പയർ ചെയ്യുമ്പം സ്ലൈറ്റ്ലി ഹയറാണ്. മറ്റേ ആചാര്യയിൽ ലൈക്ക് ഇതുപോലെ ബിസിനസ് സ്കൂളാണോ അതോ? ബിസിനസ് സ്കൂൾ അല്ലാതെ അത് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ എല്ലാ കോഴ്സസും ഉണ്ട്, ലൈക്ക് മാനേജ്മെൻറ്റും എഞ്ചിനീയറിംഗും സാധാരണ ഡിഗ്രി അങ്ങനെ. ഇത് മാത്രം ബിസിനസ് ആയതുകൊണ്ട് ഇവിടെ കുറച്ച് സ്ലൈറ്റ്ലി ഹയറാണ് ഫീസ്. അപ്പോൾ എന്തായാലും നൈസ് ടു മീറ്റ് യു ഓൾ. അപ്പം നല്ലപോലെ പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പം ടാറ്റ. അതെ, റെസ്റ്റോറൻറ്റിൽ സ്ഥലത്ത് വെച്ച് ഇവരെ കണ്ടായിരുന്നു. അപ്പൊ അവരോട് നമ്മളിങ്ങനെ സംസാരിച്ച സമയത്ത് പറഞ്ഞായിരുന്നു ഇവിടാണ് പഠിക്കുന്നതെന്ന്. ഇതുവരെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടില്ല, കഫറ്റേറിയ. എനിക്ക് അവിടെ പോയി വിശന്നിട്ട് വയ്യ. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ക്ലാസ് റൂം ഇതാണെന്ന് തോന്നുന്നു. എനിക്ക് ഈ ക്ലാസ് റൂം കണ്ടപ്പോൾ മറ്റേ 3 ഇഡിയറ്റ്സിനകത്തെ ഒരു ക്ലാസ് റൂമിന്റെ ഫീല്, ഇങ്ങനെ പടിപടിയായിട്ടുള്ളത്. അത് ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ, അല്ലേ? ഉറങ്ങിയാൽ കാണാൻ പറ്റും. ഐ തിങ്ക് ഇതാണ് ഇവിടുത്തെ ഓഡിറ്റോറിയം. എനിക്ക് അത് ഇറ്റ്സ് റിയലി നൈസ്. എനിക്ക് കോളേജിനേക്കാളും ഓഡിറ്റോറിയം ഇഷ്ടപ്പെട്ടു. നിനക്ക് എങ്ങനെ ദേവാ? ഇറ്റ്സ് റിയലി നൈസ്. നമ്മുടെ കഫറ്റേരിയയിൽ നമ്മൾ എത്തിരിക്കുകയാണ്. വിശന്നിട്ട് വയ്യ. നിനക്കോ? നല്ല വിശപ്പുണ്ട്. അപ്പൊ നമുക്ക് കഫറ്റേരിയ കയറി കഴിച്ചു നോക്കാം എങ്ങനെ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കഫറ്റേരിയ ആണ്. ഇനി ഇവിടുത്തെ ഫുഡ് നമ്മൾ കഴിച്ചു നോക്കണം. ദേവൻ്റെ ഇഷ്ടപ്പെട്ട സാധനം നമുക്ക് കിട്ടി, ടർഫ്. പിന്നെ നല്ലോണം ഫുട്ബോൾ കളിക്കും. മറ്റേ സഹോദയയിലോ എന്തിലൊക്കെയോ നീ പോയിട്ടില്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് അങ്ങോട്ട് കഴിച്ചിട്ട് പോവാം. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇവിടുത്തെ ജസ്റ്റ് ഇനി 2-3 ഏരിയയും കൂടെ ഉണ്ട്, അതുകൂടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചു. ഇത് ഇവിടുത്തെ ടർഫ്. ഈ സ്ഥലം ദേവന് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് അല്ലേ? ഇപ്പം ഇതിനു മുമ്പോട്ട് കഫറ്റേരിയ, ടർഫ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവന് ഇഷ്ടമാണ്. ക്ലാസ് റൂം ഒന്നും അവൻ അത്ര കൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഇനി ഇവിടെ നീ എവിടെ ഒരു സ്ഥലത്തിൻ്റെ വീഡിയോ അയച്ചത്? അവിടെ ആണോ? നമുക്ക് അങ്ങോട്ടൊരു സ്ഥലമുണ്ട്, അവിടെ കൂടെ പോകാം. ഇത് അടിപൊളിയായിട്ടുണ്ട്. ഇതൊരു ഓപ്പൺ എയർ തിയേറ്ററാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഇവിടെ വൈകുന്നേരമൊക്കെ ഒരു പരിപാടിയൊക്കെ വന്ന് അല്ലേ, ഒരു നൈസ് ഒരു ആംബിയൻസ് ആയിരിക്കും. ഗൈസ്, ഇവിടുത്തെ ജിം ഇതാണ്. ഇതൊരു സെക്ഷനാണ്. ഇതുപോലെ തന്നെ അപ്പുറത്തൊരു സെക്ഷനുണ്ട്. ഞാൻ എൻ്റെ പഴയ കല്യാണത്തിന് മുമ്പ് ഞങ്ങൾ രണ്ടുപേരും കട്ടക്ക് ജിമ്മിലൊക്കെ പോയി വണ്ണമൊക്കെ കുറച്ചൊക്കെ എനിക്ക് ഓർമ്മ വരുന്നു ഇത് കാണുമ്പോൾ. നമുക്ക് അപ്പുറത്തെ ജിമ്മൂടെ കാണാം. ഇതാണ് സെക്കൻഡ് റൂം. ഇവിടെ എനിക്കൊന്ന് കൂടുതലും കാർഡിയോടെ ഒക്കെ എക്യുപ്മെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ദൈവമേ, ഒരു സാധനം വെറുതെ വിടില്ല. ടെസ്റ്റ് ചെയ്ത് നോക്കുക, എല്ലാം വർക്ക് ചെയ്യുമോ.
അങ്ങനെ നമ്മൾ കോളേജൊക്കെ കയറി കണ്ട് ഇവിടെ കുറേയധികം മലയാളി സ്റ്റുഡൻസിനോട് നമ്മൾ സംസാരിച്ചപ്പോൾ മനസ്സിലായത് ഇവിടെ നല്ലപോലെ പ്ലേസ്മെന്റ്സ് നടക്കാറുണ്ട്. അതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫീലാണ് ഇവിടെ അഡ്മിഷൻസ് കൊടുക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ അഡ്മിഷനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു കോളേജിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്ക് അവരെ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി ഇപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം കുറേ ഷോപ്പിംഗ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇവനോട് വണ്ടി കയറിയിട്ട് കോളേജിനെ പറ്റിയും എന്താണെന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അല്ലേ. ബാംഗ്ലൂരിലെ കോളേജുകൾ എങ്ങനെയായിരുന്നു എനിക്ക് കാണാൻ വേണ്ടി ഭയങ്കര ആഗ്രഹമായിരുന്നു. എങ്ങനെയുണ്ടായിരുന്നു? ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ടു. വേറൊന്നുമല്ല, ഞാൻ അവർ പറഞ്ഞതിനേക്കാളും കൂടുതൽ എനിക്ക് സ്റ്റുഡൻസ് പറഞ്ഞാണ് കുറച്ചുകൂടെ. ബിക്കോസ് അവിടെ പഠിക്കുന്നവർ പറയുമ്പോഴല്ലേ നമുക്ക് ശരിക്കും അവിടെ എന്താ നടക്കുന്നത് എന്നുള്ള കാര്യം അറിയാം. ഇപ്പം നിങ്ങൾക്ക് നമ്മളിങ്ങനെ ഒരു കോളേജ് കാണിക്കുമ്പോൾ നിങ്ങൾക്കിപ്പം ഇവിടെ ഈ കോളേജിനെ പറ്റിയോ അല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിഷനെ പറ്റിയൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ നമ്പർ ഞാൻ താഴെ കൊടുത്തേക്കാം, അത് ചെക്കൗട്ട് ചെയ്യുക. ഇനിയിപ്പം അരുൺ ചേട്ടനല്ല അരുൺ വരും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട്. നമ്മൾ ഇന്ന് അവരുടെ വീട്ടിൽ പോവുകയാണ്. ഇനിയിപ്പോൾ കുറച്ച് ഷോപ്പിങ്ങും പരിപാടികളും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് പോവാം. നമ്മൾ അവസാനമായിട്ടൊരു കൊച്ചിയിലെ ഒരു കല്യാണത്തിന് കണ്ടതാണ്. ബാംഗ്ലൂരിൽ വരുമ്പോൾ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ എന്താ പറയുന്നത്, എനിക്ക് ഇഷ്ടമില്ലാത്തൊരു സാധനം ഇവിടുത്തെ ട്രാഫിക്കാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് വലിയൊരു ട്രാഫിക് കാണത്തില്ല. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് കടക്കണം. നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഗ്ലെൻസ് ബേക്ക് ഹൗസിലാണ്. ഇവിടെ കുറേയധികം നല്ല പേസ്ട്രീസ് കേക്ക്സും ഒക്കെ ഉണ്ട്. അത് നമുക്ക് ട്രൈ ഔട്ട് ചെയ്യാം. മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കാം. നിങ്ങൾ ക്യാൻഡിഡായിട്ട് പോസ് ചെയ്യും. എന്താ മീന കഴിക്കുന്നത്? നമ്മുടെ ഷോപ്പിംഗ് പരിപാടി എല്ലാം അവതാളത്തിലായി. ഇവിടുത്തെ ട്രാഫിക് അൺപ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വന്നപ്പോൾ കടകളെല്ലാം അടഞ്ഞു. ഞങ്ങൾ വെറുതെ ഇതുവഴി തേരാപ്പര നടന്നു. ഇവിടെ ട്രാഫിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മീറ്റിംഗ് ഒത്തിരി ഡിലേ ആയിപ്പോയി. അതാണ് അതെ, ഒത്തിരി സമയം എടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഞാൻ ദേവന്റെ കോളേജിലും പോയിട്ട് നമ്മൾ ഇവിടെ എത്തിയപ്പോഴത്തേക്കും ട്രാഫിക്. പക്ഷേ ഇവിടുത്തെ ഈവനിങ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷാണ്. ചെറിയൊരു തണുപ്പുണ്ട്. രാവിലെ അത്യാവശ്യം എന്തായാലും കേരളത്തിനെക്കാട്ടി ഭേദമാണ് ഗൈസ്. അപ്പൊ നമുക്ക് ഇനി ഫ്ലാറ്റിൽ പോകാം. ഹലോ, അങ്ങനെ നമ്മൾ തിരിച്ച് എയർപോർട്ടിൽ വന്നു. സൂപ്പർ എയർപോർട്ട് കേട്ടോ, ഭയങ്കര രസമുണ്ട് കാണാനായിട്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇനിയിപ്പം 8:15 ഫ്ലൈറ്റ്. ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് നമുക്ക് വൈകിട്ട് ഒരു പരിപാടിയാണ്. ഹലോ, അങ്ങനെ നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ട് നല്ലൊരു ഉറങ്ങിക്കഴിഞ്ഞ അച്ഛനും അമ്മയും വന്നു. നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് ഒരു റിബൺ കട്ടിങ് സെറമണിയാണ്. ഒരു ചെറിയൊരു പരിപാടിയാണ്. നാളെയാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഒരു ബിഗർ പരിപാടി. ഇവിടെ ചെണ്ടമേള എന്തൊക്കെയോ പരിപാടികളും സെറ്റപ്പൊക്കെ ഉണ്ട്. എന്താണ് ഞങ്ങളുടെ പുതിയ ഫ്ലാറ്റിലേക്ക് കയറുക. ഇതാണ് നമ്മുടെ ഫ്ലാറ്റ്. ഇത് ലിവിങ് റൂം, ഇവിടെ ഡൈനിങ്, ഇതൊരു ബെഡ്റൂം, ഇത് ഓപ്പൺ കിച്ചൺ, പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം, ഇത് ബാൽക്കണി, ഇവിടെ ഒരു ബെഡ്റൂം. പേടിക്കണ്ട. ഇതാണ് നമ്മുടെ ഫ്ലാറ്റിൻ്റെ 16th ഫ്ലോറ്. ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ്, ഇവിടെ ഒരു കോൺഫറൻസ് ഹാളൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഈ സൈഡിലോട്ട് നോക്കുമ്പോൾ ആ ഒരു ബിൽഡിംഗ് ആണ് ഫേസ് 3, ടെക്നോ പാർക്കിൻ്റെ ഫേസ് 3 വരുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്ന് നേരെ നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ ഞങ്ങൾക്ക് കടൽ കാണാൻ പറ്റും. കണ്ടോ ദേവാന്തി? ഇന്നിപ്പം ഇവിടെ ഒരു ചെറിയൊരു റിബൺ കട്ടിങ് സെറമണി മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് തോന്നുന്നു അവരിങ്ങനെ നമ്മുടെ ഒരു റിവ്യൂ ഒക്കെ എടുക്കുന്നുണ്ടെന്ന് തോന്നുന്നു. നാളെ ഇവിടെ ഗ്രാൻഡ് ഹയത്തിലോ ഹൈസന്തിൽ വെച്ചിട്ട് ഒരു എനിക്ക് തോന്നുന്നു ഇങ്ങനെ കീ ഹാൻഡിങ് ഓവർ സെറമണി ആയിട്ട്. ആർക്കോൺ സൈബർ സിറ്റി. അങ്ങനെ അനീഷൻ ഒരു ഫ്ലാറ്റ് ഓണർ ആകാൻ പോവുകയാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ അമ്മയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ട്. ഞങ്ങൾ രണ്ടുപേരുടെ വാങ്ങിച്ചേക്കുന്നത്. ഞാൻ ഫ്രീ ആയിട്ട് അമ്മയ്ക്ക് ആക്ച്വലി വരണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അമ്മ മെയ് അവസാനം എത്തത്തുള്ളൂ. അതെ, വീണ്ടും ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അമ്മ എന്ത് ചെയ്യുന്നു ഞാൻ പ്രത്യേകം പറഞ്ഞിട്ട് പിന്നെ ആൾക്കാർ വന്ന് അമ്മ എന്ത് ചെയ്യുന്നു ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ US പോയിരിക്കുകയാണ് ഗൈസ്. അമ്മ US-ലാണ്. അമ്മയ്ക്ക് അവിടെ ചേച്ചിയുടെ അടുത്താണ്. അപ്പം അമ്മ അടുത്ത മാസം അല്ലേ മെയിൽ അമ്മ തിരിച്ചു വരും. നമുക്ക് പൂളുണ്ട്, അവിടോട്ട് നമുക്ക് പോവാം. ഇവിടെ ടോപ്പിലാണ്, ഏറ്റവും ടോപ്പിലാണ് പൂള് വന്നിരിക്കുന്നത്. നല്ല രസം അത് കാണാനായിട്ട്.
ഇതാണ് ജിമ്മിന്റെ ഏരിയ വരുന്നത്. ഇപ്പം നമ്മൾ ഇമ്പീരിയൽ കിച്ചണിൽ വന്നിരിക്കുക. ലുലു മോളിൽ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഇവിടെ ഇടയ്ക്ക് സ്റ്റക്കായി. ഇപ്പം ലോലിപോപ്പ് എങ്ങനെ ഉണ്ടടാ? നല്ലതാണോ? സോ നമ്മള് ഏകദേശം വന്നു അല്ലേ അനിഷേട്ടാ? അനിഷേട്ടന് ഇന്നൊരു ഫ്ലാറ്റ് ഓണർ ആവാൻ പോവുകയാണ്. അച്ഛനും അമ്മയും ഉണ്ണിച്ചാരനും വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പോവാം.